അയ്യോ ഇതൊന്ന് കാട്ടി അങ്ങനെ ഇടല്ലേ പോയെ പോയെ പോയെ. ഹേ ഓൾ, ഇന്നൊരു ഹെൽത്തി പുഡിംഗ് ആയാലോ? ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അധികം ഇൻഗ്രീഡിയൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. വെറും 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി. ഞാൻ കപ്പ് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്, ഉപ്പിട്ടിട്ട് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ്. ഞാനിവിടെ 1.5 തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത്രയും എനിക്ക് ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ ഒരു തേങ്ങ വലുതൊക്കെ ആണെങ്കിൽ അത്രയും മതിയാകും. ഞാൻ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഒരു അത്യാവശ്യം കട്ടിക്ക് തന്നെയാണ് എടുത്തിട്ടുള്ളത്. കപ്പ് പുഴുങ്ങിയതും എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബ്ലെൻഡർ എടുക്കുക. കപ്പ് പുഴുങ്ങിയത് കുറച്ച് ഇട്ട് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിക്കുക, പഞ്ചസാര ഇടുക. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ബാക്കിയുള്ളത് കൂടി സെറ്റാക്കിയിട്ടെടുക്കാം. നിങ്ങൾക്ക് ഇനി ഇത് എക്സ്ട്രാ വല്ല ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ചേർക്കാവുന്നതാണ്. ഡേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം. എനിക്കിതിൻ്റെ പ്ലെയിൻ ടേസ്റ്റാണ് കൂടുതൽ ഇഷ്ടം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പുഡിംഗ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി പുഡിംഗ് മോൾഡിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇടയ്ക്കൊക്കെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ലോണം ഇഷ്ടമാവും. നല്ല ഹെൽത്തിയാണ്. തേങ്ങാപ്പാൽ കപ്പൊക്കെ അതിനെ കൊണ്ട് തന്നെ നല്ല ഹെൽത്തിയുമാണ്. ഞാനിവിടെ ഗാർണിഷ് ചെയ്യുന്നത് ട്യൂട്ടി ഫ്രൂട്ടി വെച്ചിട്ടാണ്. നിങ്ങളുടെ കയ്യിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് ഗാർണിഷ് ചെയ്യുക. ഇനി ഇത് ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഒരു ഓവർനൈറ്റൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. എനിക്ക് അത്രയും ക്ഷമ ഇല്ലാത്തതിനെ കൊണ്ട് തന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലായ്പ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, പോയി കാണാൻ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ബൈ.